ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചതോടുകൂടി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഒഫീഷ്യലായി കൊണ്ട് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ എല്ലാ വേൾഡ് കപ്പുകളിലും പങ്കെടുക്കുന്ന ഏക ടീം എന്ന റെക്കോർഡ് ബ്രസീൽ ഇതോടുകൂടി നിലനിർത്തുകയാണ്. ബ്രസീൽ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത വേൾഡ് കപ്പിലും ബ്രസീലിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് കൃത്യം ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. 2026 ജൂൺ 11 ആയിരിക്കും വേൾഡ് കപ്പ് തുടങ്ങുക. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഏറെക്കുറെ അതിന്റെ പ്ലാനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഉൾപ്പെടെയുള്ളവർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ അഥവാ ആ മത്സരങ്ങൾ നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കാം. ഇനി സെപ്റ്റംബറിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കേണ്ടി വരുന്നത്. ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഒക്ടോബറിലെ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് പിന്നീട് ബ്രസീൽ കളിക്കുക. ഏഷ്യൻ ടീമുകൾക്കെതിരെ ഏഷ്യയിൽ വെച്ചുകൊണ്ട് കളിക്കാനാണ് ബ്രസീലിന്റെ പ്ലാൻ. മിക്കവാറും ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവരാകും ബ്രസീലിന്റെ എതിരാളികൾ. അത് കൺഫേം ആയിട്ടില്ല, പക്ഷേ ജപ്പാനും സൗത്ത് കൊറിയയും ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ഇനി നവംബറിൽ 2 സൗഹൃദ മത്സരങ്ങൾ കൂടി ബ്രസീൽ കളിക്കുന്നുണ്ട്. 2 ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളിക്കാനാണ് ബ്രസീലിന്റെ പ്ലാൻ. എന്നാൽ ആഫ്രിക്കയിലേക്ക് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. യൂറോപ്പിൽ വെച്ചുകൊണ്ടായിരിക്കും 2 ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ ബ്രസീൽ കളിക്കുക. ആ ടീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇനി അതിനുശേഷം മാർച്ചിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കേണ്ടി വരിക. വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള 2 യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കുക എന്നുള്ളതാണ് ബ്രസീലിന്റെ പ്ലാൻ. ഇത്രയും മത്സരങ്ങളാണ് വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിന് കളിക്കേണ്ടി വരിക. അതായത് 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ, അതിനുശേഷം 6 സൗഹൃദ മത്സരങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വളരെ ചെറിയ സമയം മാത്രമാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ അദ്ദേഹം ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.